രാവിലെ വേണേ പോയി കൂട്ടാം. ഫ്ലൈറ്റ് പൊന്തിയപ്പോ തന്നെ എനിക്ക് സന്തോഷായി. നമ്മളങ്ങനെ ഷെയ്ൻമോൻ ബഹ്റൈനിൽ നിന്ന് വരുന്നതിൻ്റെ ഭാഗമായി മൈസൂരിലേക്ക് ഷെയ്ൻമോനെ കൂട്ടാൻ വരികയാണ്. അല്ല, കൂട്ടാൻ പോയതാണ്. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട എത്തി. ഗുണ്ടൽപേട്ട ഷെയ്ൻമോൻ 2 മണിക്കുള്ളിൽ എത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സമയം 12:30 ആവുന്നു. നമ്മളിവിടുന്ന് 1 മണിക്ക് ഗുണ്ടൽപേട്ടയിൽ നിന്ന് മൈസൂരിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറച്ച് പാണ്ടികളിരുന്ന് ഉനോ കളിക്കുന്ന കാഴ്ച കാണിച്ചിടാം. നേരം പോകാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. ഇതാ ഏതോ കടൻ്റെ മുറ്റത്തിരുന്നിട്ട്, ഏതോ പാണ്ടികളെ കടൻ്റെ മുറ്റത്തിരുന്നിട്ട് ഇതാ അവിടെ അണ്ണന്മാരിയ്ക്കുന്ന പോലെ ഇരുന്ന് വൻ കളിയാണ്. അല്ല മുത്തേ, 12:45 പോവല്ലേ? പറയണ്ടേ? ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞോ? കഴിഞ്ഞോ? ഒച്ചപ്പാട്ടുണ്ടാക്കണ്ട കേട്ടോ. വൻ കളി സൂട്ടോ. ഷെയ്ൻമോന്റെ വരവിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഷെയ്ൻമോന്റെ വരവ് നമുക്ക് ഇങ്ങനത്തെ കളികൾ കളിക്കാൻ പറ്റി. ഷെയ്മ വന്നില്ലേലും ഇല്ല, ഞങ്ങളിതിലിപ്പം ഇതായി ത്രില്ലായി. വന്നാലും ഇത് വന്നില്ലേലും എന്ത് നമുക്ക് ശനിയിലും പോട്ടല്ലേ? രാവിലെ വേണേ പോയി കൂട്ടാം. അങ്ങനെ ഗായ്സ്, കുഞ്ഞാണി 3-4 മാസത്തെ ബഹ്റൈൻ ജീവിതം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് ഫ്ലാഷ് അടിക്കാൻ ബഹ്റൈൻ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോ ആള് ഏതാനും ഒരു 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ അവനെ കാണുന്നതാണ്. ആ ഒരു റിയാക്ഷൻ എന്താന്ന് കാണാം. ജാബർ വണ്ടി ഓടിക്കാറില്ല ഗായ്സ്. ആളെത്തിന്നാണ് പറഞ്ഞത്. എവിടെ കൂടി ബസ് സ്റ്റാൻഡ് ഇതാ കുറച്ചുകൂടെ മുമ്പിലേക്ക് വെച്ചോ. ഓട്ടോറിക്ഷ കഴിഞ്ഞു. മണ്ടരന്ന് വിളിച്ചോക്കടാ. തലയിൽ മുടി ഉണ്ടാവില്ല, മുടിയില്ലാത്ത ഒരുത്തനെ കാണാം അവിടെ. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് കുഞ്ഞാണി ഉള്ളത്. ബഹ്റൈനിൽ നിന്ന് നേരെ വന്ന് ബാംഗ്ലൂർ ഇറങ്ങി. അങ്ങനെ ബാംഗ്ലൂർ ഇറങ്ങി, ബാംഗ്ലൂരിൽ നിന്ന് ബസ് എടുത്ത് കുഞ്ഞാണി മൈസൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. എക്സ്റ്റൈലിൽ വരാൻ വേണ്ടിട്ടുണ്ട്. ഇവിടെ എവിടെയും കാണുന്നൊന്നുമില്ല. നോക്കാം. ഞാൻ ഒറ്റയ്ക്കാണല്ലോ. അയ്യോ, വാ ഇതറേ. ഇതിലൂടെയല്ല പുറത്തേക്ക് ഇറങ്ങണ്ടേ? അവിടെ എത്ര ലോങ് ഉണ്ട്? ഓൻ അപ്പുറത്ത് കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാണ് പറയുന്നത്. പോയേക്കാം. ഫുള്ള് ആൾക്കാർ കിടന്നുറങ്ങുകയാണ്. ക്യാമറ നേരെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഉറങ്ങണ വീഡിയോ എടുത്ത് നമുക്ക് പറഞ്ഞിട്ട്. എവിടെ ചെങ്ങായി കുഞ്ഞാണി ഇവിടെ കിടക്കണ്ട നോക്കി നോക്കുക ആദ്യം. അതിനോടെ കുട്ടിയോ? ആ പാടിട്ടോ. പൊട്ടി സീനാക്കി. അതിൽ കൂടെ ബസ് കയറണ, ഇതിൽ കൂടെയാണ് ബസ് എക്സിറ്റ്. അല്ല, എയർപോർട്ട് ബസ്സിന് ബാക്കിലോ നിൽക്കുന്നുണ്ട്. എടാ കുഞ്ഞാണീനെ വിളിക്ക്, ഞാൻ പറഞ്ഞു കൊടുക്കാം. അതിന് ആദ്യം മറ്റവനെ വിളിക്കണ്ട. ആ ഫുണ്ടെല്ലാം കണ്ട പോയത് അറിയോ? വിട്ടിക്കാണ്. അവിടെ കുഞ്ഞാണിനെ അനസൊക്കെ കണ്ടുപോന്നു. കുഞ്ഞാണിനെ കണ്ടാമായിരുന്നു. എവിടാ? കിട്ടി 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 കിട്ടി. അവിടുന്ന് മറ്റേ സാധനം കൊണ്ട് നിൽക്കണോ?
ഉന്തിക്കൊണ്ടിരുന്നേ കുഞ്ഞു 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 ഇത് 6 മാസം മെല്ലെ 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 അല്ല മറ്റേ നായിക്കോളൂ അന്നെ പോയിക്കൊണ്ടിരിക്കണ്ടേനു കിട്ടിയോ വിട്ടിട്ടിയോ ഓ ഇവിടെ 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 വാ നമുക്ക് വണ്ടി എടുത്തിട്ടേ മലബാറിനോട് നമുക്കുള്ള കയ്യില അല്ല ഇത് ഞാൻ പിടിക്കാം എനിക്ക് കുഞ്ഞാണി മതി. അതാ കൊണ്ടാ പെട്ടിയുണ്ടാ അല്ലോ അത് വൻകാണ് ഇവിടെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല അങ്ങനെ പറയ് കേരളം കണ്ടതിന്റെ സന്തോഷം എന്തൊക്കെയാണ് അല്ല കർണാടക നമ്മുടെ നാട്ടിലെത്തിയത് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫ്ലൈറ്റ് പൊന്തിയപ്പോ തന്നെ എനിക്ക് സന്തോഷായി. ഇല്ലേ വേറൊന്നും പറയാല്ല. എന്റെ ബഹ്റൈൻ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? 4-ാം തീയതി പോയി 5-ാം തീയതി വന്ന്. ട്രിപ്പ് അല്ല പിന്നെ അളിയന്റെ വിസിറ്റിംഗ് വിസക്ക് ബഹ്റൈൻ കാണാൻ പോയതാണ്. മറ്റേ മണ്ടന്മാരോ മറ്റേ മണ്ടന്മാരും മൈസൂർ എനിക്കൊന്നും മിക്കവാറും ജിഷാദ് മറ്റേ ടീംസിനെ കണ്ടപ്പോ ഓലെ പുറകെ പിടിച്ചിട്ടുണ്ടാവും. അല്ല ഞാൻ മിക്കവാറും മറ്റേ ടീംസിനെ കണ്ടപ്പോ ജിഷാനിന്റെ മുഖം നോക്കും ഒന്ന് കരയണമെന്നുണ്ട് കുഞ്ഞാണിക്ക് അവിടെ കൊലിവായിട്ടുണ്ടല്ലോ നാടിന്റെ കണ്ടേല് ആടുജീവിതം കഴിഞ്ഞ് വരിക ആടുജീവിതമൊന്നും ഒന്നല്ല അവിടുത്തെ ബഹ്റൈൻ ജീവിതം മണലെടുത്ത് വന്ന് ഇനി ഇവിടെ കടലൊക്കെ തിരിച്ചൊരു തിരിച്ചുനോക്കില്ല പൂതി അങ്ങോട്ട് മാറിയില്ലേ? മാറി കിട്ടി. അവന്മാരിവിടെ നിന്ന് എത്തിയിട്ടില്ല മൈസൂര മറ്റേ കൂടെ കയറി കറങ്ങി തിരിഞ്ഞേക്ക് പിന്നെ വരിക ബാംഗ്ലൂർ ആണല്ലേ കഴിച്ചിട്ട് അങ്ങനെ കുഞ്ഞാണിയുടെ ഇതൊന്നും നമുക്ക് ബഹ്റൈനിൽ നിന്ന് വന്ന ബാഗുകൾ നമ്മൾ കാറിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റണ ജാബറെ ഉമ്മാരെ ഓവറാക്കി അഭിനയിക്കുക. അതിന് മാത്രം വെയിറ്റ് ഒന്നും ഇല്ലത്. അനക്ക് വെയിറ്റ് ഒന്നുമില്ല. ഇതെന്താ മണല എന്തോണ്ടല്ലോ അങ്ങ് പറ്റുമോ? ഗൾഫ് മൊത്തം എടുത്തിട്ടാണ് കുഞ്ഞാണി വന്നിട്ടുള്ളത്. അപ്പൊ നടക്കണ്ട ഇനി നല്ലൊരു ചായക്കടയിൽ കയറി നമ്മളെ വണ്ടി സേഫ്. ആ ഗൾഫ് നേരെ പത്രാസാന്ന് കാണിക്കണം. ഗൾഫാന്റെ പത്രാസ് ഇതാ അവിടെ. ഇത് മാറ്റ ബസ് കിട്ടിയതാ ആ നിക്കണാണോ? ആ മഞ്ഞാണല്ലോ ലൈറ്റ്. ഇത് അടയോ? അതാ സാധനം കുടുങ്ങിയതാ അവിടെ. ഇത് കുടുങ്ങിയതാ. ഇതെടുക്കടാ. വേട്ടറാ ആ വരുന്നേ ഇവിടെ മിനിമം കുഞ്ഞാണി ഒരു 35,000 മാസം സമ്പാദിച്ചത്. ആ ഒരു സ്നേഹപ്രകടനം കഴിഞ്ഞില്ലെങ്കിൽ വണ്ടി തിരിച്ച് ഏരി ഇവിടെ എനിക്ക് ഏരി നെഗാവുന്നു. കുഞ്ഞാണി ഇവിടെ അലാറം വെച്ചിട്ടല്ലേ ഇടിക്കുക. അവിടെ മിസൈൽ പൊട്ടിട്ട് അടിക്കുക. കുഞ്ഞാൻ എന്താണെന്നറിയോ രാവിലെ ആകുമ്പോ കുഞ്ഞാണിയുടെ ഷോർട്ട് സമ്മറി ഞാൻ പറഞ്ഞുതരാം. പടക്കം പൊട്ടിക്കാം. 30-35,000 റുപ്യക്ക് ഇവിടെ മാന്യമായി ജോലി ചെയ്യുന്ന കുഞ്ഞാണി ഒരു ജോബ് വിസയ്ക്ക് പെട്ടെന്നൊരു കിഴപ്പിന് പോയി. അതും വീട്ടുകാർ നിർബന്ധപ്രകാരം സ്വന്തം ഇഷ്ടത്തിന് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കുഞ്ഞാണി പോയി. കുഞ്ഞാണി പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോ ഓൻ കയറിയ കമ്പനി ബോംബിട്ട് പൊട്ടി. അതോന്റെ ഐശ്വര്യം. കമ്പനി മൊത്തത്തിൽ തകർത്തിട്ടാണ് കുഞ്ഞാണി വന്നുള്ളത്. അങ്ങനെ വേറൊരു കമ്പനി കിട്ടി. അവിടെ എന്റെ സാലറി എന്ന് പറയുന്നത് 25,000 രൂപ. 25,000 രൂപയ്ക്ക് എന്തൊക്കെ വേണം? ഫുഡ് ഇവൻ തന്നെ ഉണ്ടാക്കണം, ബാക്കി അങ്ങനെയൊക്കെ. എന്നിട്ട് അവസാനം എന്താക്കി 6 മാസം നിന്ന് കിഴച്ച് ഉള്ള ചോരയൊക്കെ ഇതാക്കി നോക്ക്, കയ്യൊക്കെ അങ്ങനെ ആക്കി. പൈസ എവിടെ എന്നിട്ട് ദുബായ് പൈസ കാണാം. കാണിക്കാം. എവിടുന്ന് കാണിക്കില്ല, കട്ടോണ്ട് കിട്ടും, അടിച്ചോണ്ട് പോകും. ഇതൊന്നും ഇല്ലല്ലോ. മൊത്തം 10ന്റെ ഔട്ടാണ്. 10 റുപ്യ കിട്ടിയോൻകാടുന്നു. അവിടുത്തെ 10 സ്കെച്ച് എടുത്തൊക്കെ സ്കെച്ച് നാട് പിടിക്കണം. ആ
കൊച്ചുകുന്നതിന് മുമ്പ് നാട് പിടിക്കണം. ആ വന്ന് ഒച്ചപ്പാടുണ്ടാക്കല്ലേ. പോലീസുകാരിപ്പോ പോകും. നമ്മൾ കേരളക്കാരെ കണ്ടാൽ കർണാടകക്കാർക്കൊരു ഇതാണ്. എന്തിന് മണ്ണേരി എയില കയറിഞ്ഞീ അതില് കയറി അതിലഞ്ചാൽ പുള്ള അതിലോരോ വള്ളിയും പിടിച്ചിട്ട് വരും. എനിക്കറിയാം. ഒരുത്തനെ എയർപോർട്ടിൽ നിന്നും കൂട്ടി കൊണ്ടുവന്നിട്ട് സമയം എത്രയാടാ? 4:15 രാവിലെ 4:15 എയർപോർട്ട് ബഹ്റൈനിൽ നിന്ന് വരുത്താം. കടത്തുണ്ണയിലിരുന്ന് ഷീറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന വരുത്തിൽ രാവിലെ 4 മണിക്ക് ഒന്നവാടെ ഈ കളിയാണ് കണ്ടോ. ഇവിടെ വന്ന് നല്ല വെട്ട് വാങ്ങിക്കൊണ്ടിരിക്കുക. വീണ്ടും ഊനോ. അതേ കടത്തിണ്ണയിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു. ഊനോ സജാവ് വൻ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്.